അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. മാഷാ അല്ലാ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹോം ടൂറുമായിട്ടാണ്. 38 സെൻറ്റിൽ മനോഹരമായ വീടാണ് നമ്മളത്. എല്ലാ മരങ്ങളും ഉണ്ട്. അത്യാവശ്യം എല്ലാ മരങ്ങളും, തെങ്ങും മാവും പ്ലാവും എല്ലാം അടങ്ങിയതാണ്. പറമ്പിൽ നമുക്ക് വേറെ എവിടെയും പോയിട്ട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എല്ലാം ഉണ്ട്. നമ്മളെ ഉപയോഗത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മളെ കോഴിക്കോടാണ്. വീടിൻ്റെ ബാക്ക് വശമാണ്. മാഷാ അല്ലാ, ഇത് നമ്മളെ കുരുമുളകിൻ്റെ മരമാണ്. അത്യാവശ്യം നമ്മളെ കറിയുടെ ആവശ്യത്തിനെല്ലാം ഇതിൽ നിന്ന് നമ്മൾ പറിക്കാറ്. ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. സിറ്റ് ഔട്ടാണ് നമ്മളെ ഫ്രണ്ടിലെ. വിശാലമായിട്ടാണ് സിറ്റ് ഔട്ട് ഉള്ളത്. നമ്മൾക്ക് വൈകുന്നേരങ്ങളിലെല്ലാം ഇരുന്നാൽ നമ്മളെ തന്നെ ഗാർഡനെല്ലാം കണ്ട സന്തോഷമാവും. നമ്മളെ കയറിവാടുള്ള ഇത് നമ്മളെ വീടിൻ്റെ ഉൾവശമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. കയറിവാട് ഡൈനിങ് ഹാളാണ്. അത്യാവശ്യം വിശാലതയുണ്ട്. ഇവിടുന്ന് നമ്മൾ ഫുഡൊക്കെ ഇവിടുന്ന് കഴിക്കാറ്. അടുത്ത് നമ്മളെ സെൻട്രൽ ഹാളാണ്. ഇവിടെ കുട്ടികൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് സെൻട്രൽ ഹാളിൽ. സെൻട്രൽ ഹാളിനോട് ചേർന്നിട്ട് 3 ബെഡ്റൂമാണ് നമ്മൾക്കുള്ളത്. ഇതാ നമ്മളെ ഫസ്റ്റ് ബെഡ്റൂം. 225 സ്ക്വയർ ഫീറ്റാണ്. വിശാലതയുണ്ട് റൂം. ഇതാ നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. ഇതും 225 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമ്മളിത് ചിലപ്പോൾ സെയിലാക്കാനും കൂടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടിട്ടത്. നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടിയെങ്കിൽ സെയിലാക്കും. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇത് നമ്മളെ സെൻട്രൽ ഹാള് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്ര വലിപ്പമില്ല.
നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. നമ്മുടെ കിച്ചണിലേക്കാണ് പോകുന്നത്. വിശാലമുണ്ട്, അത്യാവശ്യം വിശാലമായ കിച്ചണാണ്. അതിൻ്റെ കൂടെ ഒരു സ്റ്റോർ റൂമും കൂടിയുണ്ട്. പിന്നെ വിറകടുപ്പുണ്ട്, ഗ്യാസിൻ്റെ സൈഡ് തന്നെ വിറകടുപ്പുണ്ട്. അത്യാവശ്യം നമ്മൾ കത്തിക്കാറുണ്ട്. നമ്മൾ തന്നെ പറമ്പിൽ പിടിച്ച മുരിങ്ങക്കായാണ്. നമുക്കിഷ്ടം പോലെ കിട്ടലുണ്ട്, അയൽവാസികൾക്കെല്ലാം കൊടുക്കലുണ്ട് നമ്മൾ. നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടാണ്. അടുക്കള വശത്തെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു വാടക കൊടുക്കുന്നൊരു റൂമും കൂടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞൊരു ചെറിയ ക്വാർട്ടേഴ്സാണ്. അവിടെ ആൾ താമസമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ടെറസിലേക്കാണ് പോകുന്നത്. ഇത് മോൻ്റെ കമ്പ്യൂട്ടറാണ്. അങ്ങനെ നമ്മൾ ടെറസിലേക്കാണ് പോകുന്നത് അടുത്തത്. നമ്മളെ ടെറസിൻ്റെ മുകളിൽ കയറിയ നമ്മളെ മരങ്ങളൊക്കെ കാണാം. നല്ല വ്യൂ ആണ്, ചുറ്റുഭാഗം മരങ്ങളാണ്. മേലെ കയറിയിട്ട് പറമ്പിലേക്കെല്ലാം നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാം പച്ചപ്പ് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. നല്ല ഭംഗിയിൽ എല്ലാ മരങ്ങളും ഉണ്ട്, മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇത് നമ്മളെ ചാമ്പങ്ങ മരമാണ്, ഇഷ്ടംപോലെ പിടിക്കും. ഇത് നമ്മളെ ചിക്കൂൻ്റെ മരമാണ്. എല്ലാം നമുക്ക് അത്യാവശ്യം കടയിൽ നിന്നൊന്നും വാങ്ങേണ്ടി വരലില്ല, ഫുള്ള് പിടിക്കും. ഇത് നമ്മളെ കവുങ്ങാണ്, അതിലും അത്യാവശ്യം പിടിക്കും. ഇതാണ് നമ്മളെ അമ്പഴങ്ങൻ്റെ മരമാണ്. ഇത് മാങ്ങയെല്ലാം പിടിച്ച സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. എല്ലാം നമുക്ക് അത്യാവശ്യം എല്ലാ ഇതും. ഇത് നമ്മളെ താറാവാണ്, കോഴിക്കോടിനോട് ചേർന്നിട്ട് താറാവിനെയും കൂടി വളർത്തുന്നുണ്ട്.
നമ്മൾ തന്നെ ചെറുനാരങ്ങ ഒരു 5-8 എണ്ണം പിടിക്കും. നമുക്ക് ഒരു സന്തോഷത്തിന് കിട്ടും. ചെറുനാരങ്ങയെല്ലാം പിടിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഞങ്ങളെ വളപ്പിൽ പിടിക്കുന്നു. ഇത് മറ്റേ ചക്കയാണ് കറി വെക്കുന്നത്. ഇതാ നമ്മളെ മുരിങ്ങ മരം, അതിലും അത്യാവശ്യം പിടിക്കും. ഇത് നമ്മളെ നെല്ലിക്ക മരമാണ്, അതിലും അത്യാവശ്യം പിടിക്കും. നമ്മളെ ചെറിയൊരു ഗാർഡനാണ്. നമ്മളെ ചെടികളാണ്. ഇത് നമ്മളെ ഫ്രണ്ടിൽ തന്നെ 3 ഷോപ്പുണ്ട്. നമ്മളെ ഷോപ്പാണ്. പറമ്പിനോട് തന്നെ ചേർന്നിട്ട് ഫ്രണ്ട് ഭാഗത്ത് അതിൽ 3ലും ആൾക്കാരുണ്ട്. ഇപ്പം റെൻറ്റിന് കൊടുത്തിട്ടാണ് ഉള്ളത്. ഒന്ന് മെയിൻ ഇത് വീഡിയോ എടുക്കാൻ കാരണം സെയിലാക്കണം എന്നുണ്ടായിനി. നമ്മ വിചാരിച്ച ഇത് ക്യാഷ് കിട്ടുന്നതാണെങ്കിൽ കൊടുക്കാൻ ഇപ്പോൾ റെഡിയാണ്. ഇൻഷാ അല്ലാ